എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീനാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടർക്കിഷ് കീമയുടെ റെസിപ്പിയാണ്. കീമ ടർക്ക് എന്നാണ് അതിന് പേര്. അതുണ്ടാക്കുന്നത് നമ്മുടെ ടർക്കിയിൽ നിന്ന് നമ്മുടെ ഒരു ഗസ്റ്റാണ്, എമീറാണ് അതുണ്ടാക്കുന്നത്. എമീറിൻ്റെ കൂട്ടത്തിൽ മെഹമറും വന്നിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാണാം, ബാ. Miss Emir, I am from Turkey. Yes, thank you. Kıyma, Antep usulü. Soğan, biber, kıyma. Sonra da üzerine domates. Güzel bir baharat, spice, 10 numara. താങ്ക് യു. ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് മനസ്സിലായില്ല. അപ്പം നമ്മുടെ കീമയുടെ റെസിപ്പിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലേക്ക് ആദ്യമായിട്ട് ഒലിവ് ഓയിൽ ഒഴിക്കും. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് മിൻസ് ചെയ്ത ബീഫാണ് ഇടുന്നത്. നമ്മൾ ഇട്ട കീമ ഇങ്ങനെ ചെറിയ തീയിൽ അത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഒലിവ് ഓയിൽ, അതിനുശേഷം നമ്മൾ ബീഫിൻ്റെ കീമ അതാണ് ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് ചെറിയ ഡൈസ് ചെയ്ത ക്യാപ്സിക്കാണ് ഇടുന്നത്. Yes. ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് പച്ച ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും നമ്മൾ ഡൈസ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയുടെ ചേർക്കാണ്. വളരെ സ്ലോയിലാണ്, തീരെ കുറച്ച് വെച്ചിട്ടാണ് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി പറയുന്ന ഈ ഗ്രീൻ പെപ്പറും സവാളയും എല്ലാം വളരെ സ്ലോ കുക്കിൽ കിടന്ന് നല്ലപോലെ അതിനകത്ത് വെന്ത് ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതിങ്ങനെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ പുള്ളി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല. അതായത് സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇത്രയാണ് ഇതുവരെ ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കി തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുമായിരിക്കാം. അതിൻ്റെ വെള്ളം, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം പുള്ളി ഇങ്ങനെ കോരി സൈഡിൽ കൂടിയൊക്കെ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇടാൻ പോവാണ് പുള്ളി. ഒരു 4 തക്കാളിയോളം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയതാണ്. അതും ഇട്ട് നമ്മൾ വേറെ ഇളക്കുന്നൊന്നുമില്ല പുള്ളി. അതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി കൊണ്ട് ആ ജ്യൂസ് മുഴുവൻ താഴോട്ട് ഇറങ്ങുമെന്നാണ് പുള്ളി പറയുന്നത്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് അത് വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒരുവിധം വീണ്ടും നല്ല ഇറങ്ങിയിട്ടുണ്ട് അതിലേക്ക്. അതിങ്ങനെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് വെന്ത് വരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്.
ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചേർക്കുന്നത് തരിതരിയായിട്ട് പൊടിച്ച കുരുമുളക്, അത് ഏകദേശം മുക്കാൽ ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പുള്ളി കുറേശ്ശെ ചേർക്കുന്നതുകൊണ്ടാണ് കണക്ക് കിട്ടാത്തത്. ഏകദേശം 3 പ്രാവശ്യം ചേർത്തൊരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കംപ്ലീറ്റ് ചേർത്തിട്ടില്ല. Finish. Yes. ഓക്കെ, നമ്മുടെ കീമ റെഡി ആയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വറ്റി നല്ല കുഴമ്പ് മാതിരി ഏകദേശം ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. അത് ഒരുപാട് മസാലകളൊന്നുമില്ല. ആകെ ഇട്ടിരിക്കുന്ന സവാള, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ ഇട്ടിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിലാണെങ്കിലും തയ്യാറാക്കി നോക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Kıyma, et kıyması, Türk usulü biberli, soğanlı, domatesli. Thank you. ഗുഡ്, താങ്ക് യു. അവർ പറയുന്നത് നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. എമീറും എടുക്കുന്നുണ്ട്. സലാഡും. Saygılar. Hello. യെസ്. Kendin pişir, kendin ye. താങ്ക് യു. Good.